ഇനി മറ്റൊരു മണ്ഡലമായ എലത്തൂരിലേക്ക് പോകുമ്പോൾ എലത്തൂർ സീറ്റ് ഏറ്റെടുക്കാൻ CPM നീക്കം നടത്തുന്നു. NCPയിലെ തർക്കം വിജയത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് സീറ്റ് നിലനിർത്താനാണ് CPMന്റെ ലക്ഷ്യം. കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, അവിടെ AK ശശീന്ദ്രനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് NCPയിൽ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് വലിയ തർക്കം തുടരുന്നത് നമ്മൾ കണ്ടതായിരുന്നു. സ്വാഭാവികമായും ഈ തർക്കമൊക്കെ എലത്തൂരിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി CPM സീറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനപ്പുറത്തേക്ക് CPM ഇങ്ങനെ സീറ്റ് എടുക്കുകയാണെങ്കിൽ NCPക്ക് മറ്റെവിടെ സീറ്റ് നൽകും എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. നിലവിൽ എന്തൊക്കെയാണ് CPM ലക്ഷ്യമിടുന്നത്? സലാം. നിലവിൽ NCPയിൽ വലിയ തർക്കമാണ് രൂപപ്പെടുന്നത്. ഈ AK ശശീന്ദ്രൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് NCPയിൽ ഇപ്പോൾ വലിയ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന ജില്ലാ നിർവാഹക സമിതി യോഗത്തിൽ പ്രമേയം പാസാക്കി AK ശശീന്ദ്രൻ മാറി നിൽക്കണം, അദ്ദേഹം പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം പാസാക്കിയത്. ഇത് 83 പേര് പങ്കെടുത്ത ഈ നിർവാഹക സമിതി യോഗത്തിൽ 80 പേരും ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയെ ജില്ലാ നിർവാഹക സമിതി യോഗത്തിലെ തീരുമാനങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ AK ശശീന്ദ്രനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയാൽ അത് എലത്തൂർ മണ്ഡലത്തിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്നുള്ളൊരു കണക്കൂട്ടലാണ് CPM ഉള്ളത്. കാരണം എലത്തൂർ എന്നത് CPMന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അതുപോലെ തന്നെ ഇടതു സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. ആ നിലയ്ക്ക് മുതിർന്ന നേതാവ് എന്ന നിലക്കാണ് AK ശശീന്ദ്രനെ എലത്തൂരിൽ തുടർച്ചയായി മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ ഒരു സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില വ്യക്തിബന്ധങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ CPMന്റെ ഉറച്ച ഒരു സ്വാധീന മേഖല കൂടിയായതുകൊണ്ട് തന്നെ വിജയം എളുപ്പമാവുകയായിരുന്നു ഇതുവരെ സംഭവിച്ചത്. എന്നാൽ AK ശശീന്ദ്രൻ അല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് വിജയസാധ്യതയെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. നിലവിൽ പ്രാദേശിക ഘടകങ്ങളൊക്കെ തന്നെ സീറ്റ് ഏറ്റെടുക്കുമെന്ന കടുത്ത നിലപാടിലെത്തിയിട്ടുണ്ട്. എന്നാൽ ജില്ലാ നേതൃത്വം, അതായത് CPMന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും AK ശശീന്ദ്രൻ ആണെങ്കിൽ മത്സരിക്കട്ടെ, ഒരു തവണ കൂടി അദ്ദേഹത്തിന് അവസരം നൽകി ഈ സീറ്റ് നിലനിർത്താം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ മത്സരിച്ചാൽ വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. ആ സമയത്താണ് NCPയിൽ വലിയ രീതിയിലുള്ള തർക്കം രൂപപ്പെടുന്നത്. AK ശശീന്ദ്രൻ മത്സരിക്കേണ്ടതില്ല, പകരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മുക്കം മുഹമ്മദിനെയോ മറ്റു സ്ഥാനാർത്ഥികളെയോ പരിഗണിക്കണമെന്നുള്ളതാണ് NCP ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. ആ ആവശ്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഈ NCPക്ക് എലത്തൂർ സീറ്റ് വിട്ടു നൽകിയാൽ അവിടെ തർക്കങ്ങൾ വിജയത്തെ സ്വാധീനിക്കാനുള്ള, അല്ലെങ്കിൽ വിജയ സാധ്യതയും മങ്ങലേൽപ്പിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ആ സാധ്യത കണ്ടുകൊണ്ടാണ് സീറ്റ് ഏറ്റെടുക്കാനും ആ രീതിയിൽ പാർട്ടി കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി സീറ്റ് നിലനിർത്താനും ഉള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം CPMനുള്ളിൽ സജീവമാകുന്നത്. ഏതായാലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. പ്രാദേശിക ഘടകങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാടുള്ളത്. അവർ സീറ്റ് ഏറ്റെടുത്ത് CPM സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി ഈ സീറ്റ് നിലനിർത്തണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം AK ശശീന്ദ്രനാണെങ്കിൽ NCPക്ക് വിട്ടു നൽകാമെന്നുള്ളൊരു നിലപാടിലാണ് നിലവിലുള്ളത്. അതല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ വേണമെന്ന് NCPയിൽ ഒരു തീരുമാനമുണ്ടായാൽ, അല്ലെങ്കിൽ NCPയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഇക്കാര്യം AK ശശീന്ദ്രൻ മത്സരിക്കേണ്ടതില്ല, മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന ഒരു ആവശ്യവും അത്തരത്തിലൊരു തീരുമാനത്തിലും എത്തിയാൽ ഈ സീറ്റ് ഏറ്റെടുത്ത് CPM സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് CPMനുള്ളിൽ സജീവമായി. എന്തായാലും സീറ്റ് തർക്കം അത് NCPക്ക് തന്നെ വിനയാകുമോ എന്നാണ് കാത്തിരിക്കുന്നത്. ഒരു വിജയ സാധ്യതയെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് തർക്കം മുറുകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാമെന്നുള്ള ഒരു ആലോചനയിലടക്കം CPM കടന്നിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകി.